വചനം 18 വാക്കർത്ഥം. വ അൻസൽന നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു, മിനസ്സമായി ആകാശത്തു നിന്ന്, മാഅൻ വെള്ളം അഥവാ മഴ, ബിഖദരിൻ ഒരു അളവനുസരിച്ച് അഥവാ തോത് അനുസരിച്ച് കണക്കനുസരിച്ച്, ഫഅസ്കന്നാഹു എന്നിട്ട് നാം അതിനെ തങ്ങി നിർത്തി അടക്കി നിർത്തി, ഫിൽ അർദി ഭൂമിയിൽ, വ ഇന്ന നിശ്ചയമായും നാം അലാ ദഹാബിൻ ബിഹി അതിനെ കൊണ്ടുപോകുവാൻ പോക്കിക്കളയുവാൻ ലഖാദിറൂൻ കഴിവുള്ളവർ തന്നെ. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ഒരു നിശ്ചിത അളവിൽ നാം ആകാശത്തുനിന്ന് വെള്ളം അഥവാ മഴ ഇറക്കി അതിനെ ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അത് കൊണ്ടുപോകുവാൻ അഥവാ വറ്റിച്ചുകളയുവാൻ നാം കഴിവുള്ളവരുമാകുന്നു. വചനം 19 വാക്കർത്ഥം. ഫഅൻശഅന അങ്ങനെ നാം ഉണ്ടാക്കി, ലക്കും നിങ്ങൾക്ക്, ബിഹി അതുകൊണ്ട് അതിനാൽ, ജന്നാത്തിൻ തോട്ടങ്ങൾ, മിൻ നഖീലിൻ ഈത്തപ്പനയുടെ ഈത്തപ്പനയാലുള്ള, വഅനാബിൻ മുന്തിരികളുടെയും, ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ അതിൽ, ഫവാക്കിഹു കായ്ക്കനികൾ പഴവർഗ്ഗങ്ങൾ, കസീറത്തുൻ ധാരാളം, വമിൻഹ അതിൽ നിന്ന്, തഅ്കുലൂൻ നിങ്ങൾ തിന്നുന്നു. فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. അങ്ങനെ അതുകൊണ്ട് നാം നിങ്ങൾക്ക് ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ ഉത്ഭവിപ്പിച്ചു തന്നു. അവയിൽ നിങ്ങൾക്ക് ധാരാളം കായ്ക്കനികളുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വചനം 20 വാക്കർത്ഥം. വശജറത്തൻ ഒരു വൃക്ഷവും, തഖ്റുജു അത് ഉണ്ടാകും പുറത്തുവരും, മിൻ തൂരി സൈനാ സീനാ പർവ്വതത്തിൽ നിന്ന്, തമ്പുതു അത് ഉൽപ്പാദിപ്പിക്കുന്നു, ബിദ്ദുഹ്നി എണ്ണയുമായി, വസുബിഇൻ കറിയും അഥവാ കൂട്ടാനും ചായവും, ലിൽ ആക്കിലീൻ തിന്നുന്നവർക്ക് ഭക്ഷിക്കുന്നവർക്ക്. وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. സീനാ പർവ്വതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തരം വൃക്ഷവും ഉത്ഭവിപ്പിച്ചു. അത് എണ്ണയും തിന്നുന്നവർക്ക് കറിയുമായി ഉൽപ്പാദിപ്പിക്കുന്നു. 18 മുതൽ 20 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഒലീവ് അഥവാ ജെയ്ത്തൂൻ മരമാണ് ഈ വൃക്ഷം കൊണ്ടുദ്ദേശ്യം. അതിൻ്റെ പ്രധാന വിളവു സ്ഥലം സീനാ പ്രദേശമാകുന്നു. ജെയ്ത്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ അഥവാ തേങ്ങ എണ്ണയെപ്പോലെ ആ നാട്ടുകാർ വിവിധ ആവശ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു. മരുന്നായും ലേപനമായും ഭക്ഷണത്തിന് കറിയായും അഥവാ കൂട്ടാനായും വിളക്കെണ്ണയായും അത് ഉപയോഗിക്കുന്നു.